ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ബൈബിൾ തുറന്നു വെച്ചുകൊള്ളുക. ജനേസിസ് ചാപ്റ്റർ 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേറെ ഏതെങ്കിലും, ആദിയിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ബൈബിൾ ഭാഗമുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം. അതെങ്ങനെയാണ്? ആദിയിൽ. ഇവിടെ ഇൻ ദ ബിഗിനിങ് ഗോഡ്. അവിടെ ഇൻ ദ ബിഗിനിങ് എന്താണ്? വാസ് ദ വേർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് ആദിയിൽ ദൈവം. ആദിയിൽ ദൈവം, അങ്ങനെയാണ് ബൈബിൾ തുടങ്ങുന്നത്. ആദിയിൽ ദൈവം. എല്ലാം ആരംഭിച്ചപ്പോൾ ദൈവം, അങ്ങനെ പറഞ്ഞാൽ തുടങ്ങുന്നത്. ആരംഭത്തിൽ ദൈവം, തുടങ്ങിയപ്പോൾ ദൈവം, തുടങ്ങാൻ ദൈവം, ആരംഭിക്കാൻ ദൈവം, ഇങ്ങനെ പറഞ്ഞാൽ ബൈബിൾ തുടങ്ങുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? എല്ലാം തുടങ്ങേണ്ടത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കേണ്ടത്. നമ്മുടെ പ്രയത്നങ്ങൾ ആരംഭിക്കേണ്ടത്, നമ്മുടെ ദാമ്പത്യം ആരംഭിക്കേണ്ടത്, മക്കളെ പരിശീലിപ്പിക്കുന്ന ആരംഭിക്കേണ്ടത്, നമ്മുടെ ജോലി ആരംഭിക്കേണ്ടത്, ദിവസം ആരംഭിക്കേണ്ടത്, നമ്മുടെ ദൈവ ശുശ്രൂഷകൾ ആരംഭിക്കേണ്ടത് എല്ലാം ആരിലാണ്? ദൈവത്തിലാണ് ആരംഭിക്കേണ്ടത്. നമ്മുടെ പരാജയം നമ്മൾ മനുഷ്യരിൽ, നമ്മളിലാണ് നമ്മൾ തുടങ്ങുന്നത്, നമ്മളിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നാൽ ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 വാക്കുകൾ പറയുകയാണ്, സകലതും ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ്. ആദിയിൽ ദൈവം. ഈ പുസ്തകം സത്യത്തിൽ ആരംഭങ്ങളുടെ പുസ്തകമാണ്. എല്ലാം ആരംഭിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. ഉദാഹരണത്തിന് പ്രപഞ്ചം ആരംഭിക്കുന്നത്, ഭൂമി ആരംഭിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. മനുഷ്യൻ തുടങ്ങുന്നത്, മനുഷ്യൻ്റെ ആരംഭം ഈ പുസ്തകത്തിൽ നിന്നാണ്. പാപത്തിൻ്റെ ആരംഭം ഈ പുസ്തകത്തിലാണ്. രക്ഷയുടെ വാഗ്ദാനത്തിൻ്റെ ആരംഭം ഈ പുസ്തകത്തിലാണ്. ബാബിലോണിൻ്റെ ആരംഭം ഈ പുസ്തകത്തിലാണ്. ജെറുസലേമിൻ്റെ ആരംഭം ഈ പുസ്തകത്തിലാണ്. രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും ആരംഭമാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഈ ആരംഭത്തിലെ ആദ്യത്തെ അധ്യായം പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. രൂപരഹിതം, ഫോംലെസ്, ശൂന്യം, വോയിഡ്. അതായത് ഒരു രൂപമില്ല. ഇപ്പൊ കണ്ട ഒരു രൂപമുണ്ട്, ഒരു രൂപമില്ല, ഒരു ക്രമമില്ല, ഒരു താളമില്ല. ഇന്ന് ഭൂമിക്ക് ഒരു താളമുണ്ട്, ആ താളം തെറ്റിയതാണ് പ്രളയം. ഭൂമിക്കൊരു താളമുണ്ട്, ആ താളം തെറ്റുന്നതാണ് ഭൂകമ്പം. ഭൂമിക്കൊരു താളമുണ്ട്, ആ താളം തെറ്റുന്നതാണ് സുനാമി. ഭൂമിക്കൊരു താളമുണ്ട്, ആ താളം തെറ്റുന്നതാണ് കൊടുങ്കാറ്റ്. താളമുണ്ട്, എന്നാൽ ആദിയിൽ ഈ താളം ഉണ്ടായിരുന്നില്ല. ഇന്ന് ക്രമമില്ല. ഇത് രൂപരഹിതമാണ്, രൂപമില്ലാത്തതാണ്, താളമില്ലാത്തതാണ്, ശൂന്യമാണ്, ഒന്നുമില്ല, പ്രതീക്ഷയില്ലാത്തതാണ്. പ്രത്യാശയുടെ പുൽനാമ്പുകൾ മുളച്ചിട്ടില്ല, പ്രതീക്ഷയുടെ മഞ്ഞുകണങ്ങൾ വീണിട്ടില്ല, സന്തോഷത്തിൻ്റെ മഴ പെയ്യുന്നില്ല, ആനന്ദത്തിൻ്റെ ഇളം വെയിൽ തലോടാനില്ല, ആശ്വാസത്തിൻ്റെ ഒരു കാറ്റ് വീശുന്നില്ല, ഒരു മരത്തിൻ്റെ തണലില്ല, ഒരു പർവ്വതത്തിൻ്റെ സംരക്ഷണമില്ല. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ ഈ കാണുന്ന ഒരു സംരക്ഷണ ഭിത്തിയില്ല, നമ്മൾ കാണുന്ന ഒരു ക്രമമില്ല, ഇതിന് ഒരു ഭംഗിയില്ല. ആ സമയത്ത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, 2 കാര്യങ്ങളാണ് ഈ ഭൂമിക്ക് ക്രമം കൊടുക്കുന്നത്. ഇന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ഒരു താളമില്ലെങ്കിൽ, ഒരു ക്രമമില്ലെങ്കിൽ, ഭംഗിയില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തിനൊരു ഭംഗിയില്ലെങ്കിൽ, ഒരു കൊച്ച് അപ്പൻ്റെ ഒക്കെ തിരുന്നിട്ട് പറയുകയാണ്, അപ്പ ഷൈജുവിൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, ബിനുവിൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, അതുപോലെ ബൈജുവിൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രം സമാധാനമില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താളമില്ല, അവിടെ ശൂന്യമാണ്, പാഴാണ്, ക്രമമില്ല, അവിടെ അടിമത്തമാണ്. അപ്പം ഇങ്ങനെയുള്ള വീട്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അനാദിയിൽ ഭൂമി കിടന്നതുപോലെ ശൂന്യമായും പാഴായും പതിരായും കിടക്കുന്ന ഈ ഭൂമിയുടെ മേൽ 2 കാര്യങ്ങളാണ് പ്രവർത്തിച്ചത്. ഒന്ന്, ആഴത്തിന് മുകളിൽ
ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ചൈതന്യം, ആ വാക്ക് റൂഹ്, റൂഹ എന്ന വാക്കാണ്. റൂഹ, ചൈതന്യം. ചൈതന്യം നമ്മൾ പറഞ്ഞാൽ അതന്നെ ചൈതന്യം, അതിനൊന്നുമില്ല. എന്നാൽ ശരിക്കുള്ള വാക്ക് ഏതെന്നറിയാമോ? വെള്ളത്തിന് മുകളിൽ ദൈവത്തിൻ്റെ റൂഹ ചലിച്ചുകൊണ്ടിരുന്നു. ഹോവർ ഓവർ, കഴുകൻ വട്ടമിട്ട് പറക്കുക, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് റൂഹ വട്ടമിട്ട് പറന്നിരുന്നു. ഈ റൂഹായാണ് പെന്തക്കോസ്തിയിൽ ജെറുസലേമിൽ സെഗിയോൻ മാളികയുടെ മീതെ വട്ടമിട്ട് കറങ്ങിയത്. ഈ റൂഹായാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ റൂഹായാണ് അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്തിയായി ആഞ്ഞടിച്ചത്. ഇത് എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ റൂഹ. നമുക്ക് മീതെ ഈ ആത്മാവിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ റൂഹ, മൈറ്റി വിൻഡ്, കൊടുങ്കാറ്റ്, ദൈവത്തിൻ്റെ കാറ്റ്. യോഹന്നാൻ 3-ൽ ഈശോ പറയും, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. പരിശുദ്ധാത്മാവാണ് ഈ കാറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രൂപമില്ലാത്ത, ഭംഗിയില്ലാത്ത, ചൈതന്യമില്ലാത്ത, അഴകില്ലാത്ത, താളമില്ലാത്ത, ക്രമമില്ലാത്ത ഭൂമിയുടെ മേൽ ചലിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, ഈ ഭൂമിക്കൊരു രൂപം വരാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, റൂഹ ചലിച്ചുകൊണ്ടിരുന്നു. 2, ദൈവം അരുളി ചെയ്തു. ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിളിക്കും അച്ഛൻ്റെ വാക്ക്. അരുളി ചെയ്തു, ദൈവം ഉച്ചരിച്ചു, ദൈവം ഒരു വാക്ക് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം. ശൂന്യമായി കിടന്ന, പാഴായി കിടന്ന, രൂപമില്ലാതിരുന്നൊരു ഭൂമിയെ രൂപമുള്ളതാക്കി, ഭംഗിയുള്ളതാക്കി മാറ്റിയത് 2 കാര്യങ്ങളാണ്. ഒന്ന് റൂഹായുടെ കാറ്റ്, 2 വചനത്തിൻ്റെ ശക്തി. ഈ 2 കാര്യങ്ങൾ കുടുംബത്തിലേക്ക് വന്നാൽ ഏത് രൂപമില്ലാത്ത, ഭംഗിയില്ലാത്ത കുടുംബവും മനോഹരമായിട്ട് മാറും. വചനത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ കാറ്റും ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് ആഞ്ഞടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. വചനത്തിൻ്റെ ശക്തി, ആത്മാവിൻ്റെ കാറ്റ്. അപ്പൊ 2ഉം ശ്രദ്ധിക്കണം. വചനം പഠിക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം ഉള്ളിൽ സ്വീകരിക്കണം. രൂപം ഉണ്ടാവും നോക്കൂ. 100 കണക്കിന് ടെസ്റ്റിമണികൾ ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. വചനം വായിച്ച് രൂപം ഉണ്ടായ ആളുകളുടെ ടെസ്റ്റിമണികൾ, വചനം വായിച്ച് മാത്രം ജീവിതത്തിൽ മാറ്റം വന്നവരുടെ സാക്ഷ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം, പരിശുദ്ധാത്മാവ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബാലൻസാണ്. വചനവും വേണം, ആത്മാവും വേണം. ഇത് 2 ഉണ്ടെങ്കിലേ അത് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി ആവും. ദൈവവചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ മാത്രമേ ശ്രദ്ധിക്കൂ, എനിക്ക് ബൈബിളൊന്നും വായിക്കണ്ട. അയാൾ എൻ്റെ ചെയ്യാൻ പോകുന്ന എന്തിലെന്നറിയാമോ? ഇമോഷണലിസത്തിലാണ്, വൈകാരികതയിലാണ്. അയാൾ തോന്നുന്നതെല്ലാം പറയാൻ തുടങ്ങും. പിന്നെ തോന്നുന്നത് പറയാതിരിക്കാൻ അയാളെ പിടിച്ചു കെട്ടുന്ന കയറാണ് വചനം. വചനത്തിന് വിരുദ്ധമായിട്ടൊന്നും പറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ആത്മാവ് കയറിയിട്ട് ഓരോരുത്തർ വായി വരുന്നതെല്ലാം പറയും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഉറപ്പില്ലാത്തവർ എത്ര അഭിഷേകമുള്ളവരാണെങ്കിലും അവരുടെ പുറകെ പോകരുത്, നിങ്ങൾ വഴിതെറ്റും. ദൈവവചനത്തിൽ ഉറപ്പിക്കാത്തവര് എത്ര അഭിഷേകമുള്ളവരാണെങ്കിൽ അവരെന്തോ മരിച്ചവരെ ഉയർപ്പിച്ചാലും പോകരുത്, വഴിതെറ്റും. ബാലൻസ്, ദൈവവചനം, പരിശുദ്ധാത്മാഭിഷേകം. അതുകൊണ്ട് അനേക ആളുകൾ, കൂട്ടായ്മകൾ, അവിടെ ഒരു കൂട്ടായ്മ, ഇവിടെ ഒരു കൂട്ടായ്മ, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, അവിടെ എണ്ണ വരുന്നു, അവിടെ. ഞാൻ ഒന്നിനെ വിധിക്കല്ല, വചനം അറിയാത്തവരെ സൂക്ഷിച്ചോണം, അത്രേ എനിക്കറിയാവൂ. അന്ത്യകാലത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രവചനങ്ങളിൽ ആവർത്തിക്കുന്ന വാക്ക്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ദൈവവചനം അറിയാത്തവരെയും പഠിക്കാത്തവരെയും സൂക്ഷിച്ചോണം, കാരണം അവർ വഴിതെറ്റിക്കും. എന്നാൽ ദൈവവചനം ശ്രദ്ധിച്ചിട്ടുള്ളവർ പറയും, വചനത്തിൽ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വചനത്തിന് വിരുദ്ധമായത് ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവല്ല. വചനത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് മുട്ടിക്കാൻ പറ്റാത്തത് ഒന്നും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ആത്മാവ്, വചനം. ഇനി പരിശുദ്ധാത്മാവില്ലാതെ വചനം മാത്രമായാലോ?
എന്നാ പറ്റുമെന്നറിയാമോ? നിങ്ങൾ ഇൻ്റലക്ച്വലിസത്തിൽ അവസാനിക്കും. ബുദ്ധി കൊണ്ട് എല്ലാം കാണും. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട്. വിശ്വാസമില്ല ഒന്നിനും, എല്ലാം അറിയാം. ഇത് വേണേ ഒറിജിനൽ ഭാഷയെ വായിക്കും മൊത്തം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ, പക്ഷെ വിശ്വാസമില്ല. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസമില്ല. അപ്പൊ ഈ ബാലൻസ് എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ വചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. അതിനെന്തെന്നറിയാമോ? എളുപ്പവഴി. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എളുപ്പവഴി എന്തെന്നറിയാമോ? ഈ പുസ്തകം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവേ, വചനം ഞാൻ വായിക്കുകയാണ്, എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ നയിക്കണമേ. വചനം, പരിശുദ്ധാത്മാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഈ ബാലൻസ് സൂക്ഷിക്കണം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 ദിവസം പറയാനുള്ള വകുപ്പ് ഇതിനകത്ത് മുഴുവൻ കിടപ്പുണ്ട്. ഓടിപ്പോവാം. അങ്ങനെ ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാവട്ടെ. വെളിച്ചം ഉണ്ടായി. ഇനി ഈ അധ്യായത്തിൽ ആവർത്തിച്ച് കാണുന്ന വാക്കാണ് എല്ലാം നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു. എല്ലാം വളരെ നന്നായിരിക്കുന്നു. അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞ 1-ാം അധ്യായം നിർത്താം. എല്ലാം വളരെ നന്നായിരിക്കുന്നു. ദൈവം എല്ലാം വളരെ നല്ലതായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാം വളരെ നന്നായിരിക്കുന്നു. അതിൻ്റെ അവസാനം വേണ്ട, 1-2 കാര്യങ്ങൾ പറയാം. അതായത് ദൈവം മനുഷ്യനോട് പറയുകയാണ്, 26-ാമത്തെ വാക്യം, ഉൽപ്പത്തി 1:26. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അതായത് ദൈവത്തോട് ചേർന്ന് കഴിയുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയുടെ മേൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ, പ്രപഞ്ച ശക്തികളുടെ മേൽ, കാട്ടുമൃഗങ്ങളുടെ മേൽ, വന്യമൃഗങ്ങളുടെ മേൽ, ഇഴജന്തുക്കളുടെ മേലെല്ലാം അധികാരം ഉണ്ടായിരിക്കും. അതായത് ഞാൻ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. ഇഷ്ടം പോലെ പാമ്പുള്ളൊരു സ്ഥലമായത് ഈ സ്ഥലം. ഇഷ്ടം പോലെ പാമ്പുള്ളൊരു സ്ഥലമാണിത് ഈ സ്ഥലം. അതായത് ഈ കാട്ടിലെല്ലാം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം കൈതക്കാടാണ്. ഇഷ്ടംപോലെ പാമ്പുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട് ഇവിടെ. അനേക നാളുകൾ ആരുമില്ല, വെളിച്ചം പോലും ഇല്ലാതെ താമസിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരൊറ്റ പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. പാമ്പായിട്ട് നടക്കുന്ന ചില സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്, മറ്റ് കണ്ടിട്ടേ ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല. അതെൻ്റെ എന്തെങ്കിലും കേമത്തരം കൊണ്ടല്ല, മറിച്ച് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്ഥലത്തിന് ദൈവം തരുന്ന ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഞാനിത് കാണുന്നത്. ഒരു ഒറ്റ പാമ്പ് പോലും ഈ വഴിക്ക് വരുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല. നാളെ കാണുമെന്ന് അറിയത്തില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അതായത് അത് ദൈവം ഒരുക്കിയിരിക്കുന്ന സമയത്ത് അതായത് പാമ്പിനെ വെറുതെ ഇങ്ങോട്ട്, പാമ്പിനറിയാം നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകുന്നത്. അവിടെ ദൈവവചന പ്രഘോഷണവും പ്രാർത്ഥനയും, നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇഷ്ടം പോലെ വേറെ സ്ഥലമുണ്ടല്ലോ, പാമ്പെല്ലാം അങ്ങോട്ട് പോവാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ഭൂമിയുടെ മേൽ ഇപ്പം ഈ പ്രളയമൊക്കെ ഉണ്ടായ സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്നും ദൈവവചനം അനുസരിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നമ്മൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഭൂമിയുടെ താളം നിലനിൽക്കും. പ്രപഞ്ച ശക്തികളുടെ മേൽ മനുഷ്യൻ്റെ അധികാരം വരും. പ്രപഞ്ചം പ്രതിഷേധിക്കാതിരിക്കും. ഇതിപ്പോൾ കൂട്ടമായിട്ട് ഭൂമിയെ മലിനമാക്കുകയും ഭൂമിക്കെതിരെ നിൽക്കുകയും പ്രപഞ്ചത്തെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രവർത്തിക്കുള്ളൊരു ഭൂമിയുടെ സ്വാഭാവിക പ്രതികരണമാണ് ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിങ്ങനെ പറയാൻ മാത്രമേ പറ്റൂ. നമ്മളും മറ്റുള്ളവരും എല്ലാം ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം. അടുത്തത് 28-ാമത്തെ വാക്യം, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. ബൈബിളിലെ ആദ്യത്തെ ബ്ലെസ്സിങ് ആണിത്. ബൈബിളിലെ ആദ്യത്തെ ആശീർവാദമാണിത്. എന്താണ് ബൈബിളിലെ ആദ്യത്തെ ആശീർവാദം? പെരുകാൻ. ആ ആശീർവാദം പലരും സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് അവർ പറയാണ്, ജോലി തായോ, വീട് തായോ, ഞങ്ങൾക്ക് IELTS തായോ, ഞങ്ങളെ വിദേശത്തേക്ക് വിടണേ. ഒന്നാമത്തെ ബ്ലെസ്സിങ് ഇതാണ്. അതായത് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. അപ്പോൾ ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ സ്വീകരിച്ചാൽ ബാക്കിയെല്ലാം കിട്ടും. ഇത് വേദവാക്യമാണ്, തെറ്റില്ല. എൻ്റെ വാക്യമല്ല, ദൈവത്തിൻ്റെ വാക്യമാണ്. മക്കളെ സ്വീകരിച്ചാൽ ബാക്കിയെല്ലാം കിട്ടും. ഇഷ്ടംപോലെ മക്കളെ സ്വീകരിച്ചു, ബാക്കിയെല്ലാം കിട്ടും. 6, 7, 8, 9 മക്കളൊക്കെയുള്ള മാതാപിതാക്കളെ പരിചയമുണ്ട്.
അവരാരും തന്നെ ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല അവരുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്, വഴികൾ അടഞ്ഞു കിടക്കുകയാണ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരാൻ ദൈവം തിരുമനസ്സാവുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മക്കളെ വളർത്താൻ ദൈവം സാഹചര്യം തന്നു, ആരോഗ്യം തന്നു, ദൈവം നിങ്ങൾക്ക് സൗകര്യം തന്നു. മക്കളെ സ്വീകരിക്കാതിരിക്കുകയാണ്. മക്കളെ സ്വീകരിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന് അനുഗ്രഹം കിട്ടും. ഇപ്പം ഞാനിത് പറഞ്ഞാൽ ആളുകൾ എന്നെ തെറി വിളിക്കും, എങ്കിലും ഞാൻ പറയാം. ദൈവത്തിൻ്റെ മുൻഗണനാ പട്ടികയിൽ ജോലിയല്ല ഒന്നാമത്തേത്, കല്യാണമാണ് ഒന്നാമത്തേത്. ദൈവത്തിൻ്റെ മുൻഗണനാ പട്ടികയിൽ ജോലിയല്ല ഒന്നാമത്തേത്, മക്കളാണ് ഒന്നാമത്തേത്. എന്നാൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ ജോലിക്ക് വേണ്ടി മക്കളെ താമസിപ്പിക്കുന്നുണ്ട്. ജോലി കിട്ടാതെ അവരിങ്ങനെ വലയുകയാണ്. ജോലിക്ക് വേണ്ടി കല്യാണം താമസിപ്പിക്കുന്നുണ്ട്. അവർ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കഴിയുമ്പോൾ പിന്നെ കല്യാണം നടക്കാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ബ്ലെസ്സിങ് ഇതാണ്, ദൈവം കൊടുത്ത. ഇനി ഇതെല്ലാം ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ജോലി, വീട്, ദാമ്പത്യം, ഇതെല്ലാം ദൈവം തരുന്നുണ്ട്. അതിൽ നമുക്ക് കാണാം ഇതിനകത്ത് തന്നെ. പക്ഷെ ഒന്നാമത് ദൈവം പറയുകയാണ്, നിങ്ങൾ പെരുകണം, മക്കൾക്ക് ജന്മം കൊടുക്കണം, മക്കളെ സ്വീകരിക്കാൻ തയ്യാറാവണം. അത് ഈ അധ്യായത്തിൽ നമുക്ക് കിട്ടുന്ന മനോഹരമായ ഒരു ആശയമാണ്. ഒന്നാമത്തെ അധ്യായം അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ അധ്യായം 2-ാം വാക്യം 1 മുതൽ വായിക്കാം. ഉൽപ്പത്തി 2:1 മുതൽ വായിച്ചേ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. അപ്പം ഇതാണ് സാബത്ത്. 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ദൈവത്തിൻ്റെ 7-ാം ദിവസം ആദത്തിൻ്റെ എത്രാം ദിവസം? ഈ ദൈവത്തിൻ്റെ 7-ാം ദിവസം ആദത്തിൻ്റെ എത്രാം ദിവസം? 1-ാം ദിവസം. ദൈവത്തിൻ്റെ 7-ാം ദിവസമാണ്, ആദത്തിൻ്റെ 1-ാം ദിവസമാണിത്. ദൈവം വിശ്രമിച്ചത് മനുഷ്യൻ്റെ ആദ്യത്തെ ദിവസമാണ്. അല്ലെങ്കിൽ ദൈവം വിശ്രമിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടത് അവൻ്റെ ആദ്യത്തെ ദിവസമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കാര്യം സാബത്താചരിക്കുക. സാബത്താചരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം ദൈവാരാധനയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഡ്യൂട്ടി ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. ബാക്കിയെല്ലാം 2-ാമത്തേതും 3-ാമത്തേതും 10-ാമത്തേതും 20-ാമത്തേതും ഒക്കെയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് മനുഷ്യൻ്റെ ഒന്നാമത്തെ ദൗത്യം. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആദ്യത്തെ ദിവസം 7-ാം ദിവസമാണ്. 6-ാം ദിവസമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. അവൻ സൃഷ്ടിക്കപ്പെട്ട ഉടനെ അടുത്ത ദിവസം അവൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഡേ അവന് വിശ്രമമാണ്. അങ്ങനെ ദൈവം വിശ്രമിച്ചു. അത് സാബത്ത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സാബത്ത് ആചരണത്തെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5 മുതൽ. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്നൊരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലം നനച്ചു. 7 ഉച്ചത്തി വായിച്ചേ. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ആദ്യം പറഞ്ഞു ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇനി അതിൻ്റെ വിശദീകരണം, എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മണ്ണ് കുഴച്ചുണ്ടാക്കി, മണ്ണിൽ ആ മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിൽ ദൈവം ജീവശ്വാസം ഊതിക്കയറ്റി, പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി, പൂഴി കൊണ്ട് രൂപപ്പെടുത്തി. ഈ പൂഴി എന്ന വാക്ക്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹീബ്രു ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടത്. ആ വാക്ക് നെഹമ്യായുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്ക് നെഹമ്യ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് മലയാളത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ എന്തെന്നറിയാമോ? ചപ്പും ചവറും എന്നാണ്. എന്താണ്? മനുഷ്യനെ ദൈവം പൂഴി കൊണ്ട് സൃഷ്ടിച്ചു, അല്ലെ പൂഴിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ചപ്പും ചവറും കൊണ്ട് സൃഷ്ടിച്ചു. സ്വർണം കൊണ്ട് സൃഷ്ടിക്കാറുന്നില്ലേ? നല്ല തങ്കം കൊണ്ട് സൃഷ്ടിക്കാറുന്നില്ലേ? വജ്രം കൊണ്ട്, രത്നങ്ങൾ കൊണ്ട്, പവിഴം കൊണ്ട് സൃഷ്ടിക്കാറുന്നില്ലേ?
വെള്ളി കൊണ്ട്, ചെമ്പ് കൊണ്ട് ഒന്നും സൃഷ്ടിച്ചില്ല. ഇരുമ്പ് കൊണ്ട് പോലും സൃഷ്ടിച്ചില്ല, പൊടി കൊണ്ടാണ് സൃഷ്ടിച്ചത്. ആ പൊടിയെക്കുറിച്ച് നെഹെമ്യാ 4:10 പറയാണ് ചപ്പും ചവറും. അപ്പോൾ ഓർത്തിരിക്കണം, എത്ര വലുതായാലും, എത്ര പണം ഉണ്ടായാലും, എത്ര നില കെട്ടിടം പണിതാലും, എത്ര വലിയ വണ്ടി വാങ്ങിച്ചാലും ഓർത്തോണം, ഇത് ചപ്പും ചവറുമാണ്. ഇത് ഒരു നാൾ പുഴു തിന്നേണ്ടതാണ്. ഒരു നാൾ ഇത് മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടതാണ്. ഒത്തിരി മസിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഓർക്കണം, ഇത് ചപ്പും ചവറുമാണ്. പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഇനിയും താഴേക്ക് വരുമ്പോൾ 9-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. 2 മരമാണ് പ്രധാനപ്പെട്ട. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, 2 ടൈപ്പ് മരങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന് ജീവൻ്റെ മരം, 2 അറിവിൻ്റെ മരം. ട്രീ ഓഫ് ലൈഫ്, ട്രീ ഓഫ് നോളജ്. ജീവൻ്റെ മരം, അറിവിൻ്റെ മരം. നിങ്ങൾക്ക് ഈ ബൈബിൾ പഠനത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? ജീവനോ അറിവോ? എന്താ വേണ്ടേ? അനേകം ആളുകൾ ബൈബിൾ വായിക്കുന്നതും പഠിക്കുന്നതും അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വചനം പഠിക്കേണ്ടത് ജീവനുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ജീവൻ. അപ്പോൾ ജീവൻ്റെ വൃക്ഷം, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ഇവിടെ ഈ പാരഗ്രാഫിൽ ഞാൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്താണെന്ന് പറയാം. പറയുന്നതിന് മുമ്പ്, ദൈവം മനുഷ്യന് ഏദൻ തോട്ടത്തെക്കുറിച്ചാണല്ലോ അവിടെ പറയുന്നത്. ഏദൻ തോട്ടത്തിൽ എന്തെല്ലാമാണ് കൊടുക്കുന്നത്? ഒന്നാമത്തേത് 8-ാമത്തെ വാക്യം, അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. 1, ദൈവം ആദത്തിന് ഹവ്വയ്ക്കും ഒരു സ്ഥലം കൊടുത്തു. 1 സ്ഥലം, ആദത്തിന് സ്ഥലം കൊടുത്തു, സ്ഥലം. 2, കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നുള്ളുക. അപ്പം 2ാമത് ദൈവം മനുഷ്യന് ആഹാരം കൊടുത്തു. 1 പ്ലേസ്, 2 ഫുഡ്, 2ാമത് ഭക്ഷണം കൊടുത്തു. 3 ദൈവം കുറച്ച് കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യത്തിൽ ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി, ജോലി കൊടുത്തു. 3 ജോബ്, പ്രൊഫഷൻ കൊടുത്തു. 3 4-ാമതായിട്ട് 22-ാമത്തെ വാക്യത്തിൽ മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. 4-ാമത്തേത് ദൈവം അവന് ഒരു കുടുംബജീവിതം കൊടുത്തു. എന്തൊക്കെ കൊടുത്തു? താമസിക്കാൻ സ്ഥലം കൊടുത്തു. അപ്പോൾ താമസ സ്ഥലം കൊടുത്തു, ഷെൽട്ടർ കൊടുത്തു, പാർപ്പിടം കൊടുത്തു. 2 ഭക്ഷണം കൊടുത്തു. 3 ജോലി കൊടുത്തു. 4 കുടുംബം കൊടുത്തു. മനുഷ്യൻ്റെ ആവശ്യം നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കൂടുതലും കർത്താവേ ഒരു വീടുണ്ടാവണേ, കർത്താവേ ഒരു ജോലി കിട്ടണേ, കർത്താവേ കല്യാണം നടക്കണേ, കർത്താവേ പിന്നെന്താണ് 4-ാമത്തേത്? പാർപ്പിടം, ഒരു വീട് വെക്കാൻ പറ്റണേ, ജോലി കിട്ടണേ, കർത്താവേ ഭക്ഷണം കിട്ടണേ, പിന്നെന്താണ്? കല്യാണം നടക്കണേ, കുടുംബം കിട്ടണേ. ഇതെല്ലാം കൊടുത്തു എന്ന് ചോദിക്കാതെ കൊടുത്തു. അന്ന് ദൈവം ആദത്തിന് അതെല്ലാം ചോദിക്കാതെ കൊടുത്തെങ്കിൽ ആദത്തിൻ്റെ മക്കളായി നമുക്കും ചോദിക്കാതെ ഇതെല്ലാം തരും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുന്ന മക്കൾക്ക് ദൈവം ഇതെല്ലാം തരും. ഈ കാര്യങ്ങളെല്ലാം ദൈവം ചോദിക്കാതെ തന്നെ പ്രദാനം ചെയ്യും. 5-ാമത്തെ ഒരു കാര്യവും കൊടുത്തു. എന്താ കൊടുത്തെന്നറിയാമോ? സ്ഥലം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ജോലി കൊടുത്തു, ദാമ്പത്യം കൊടുത്തു. എന്നിട്ട് 5-ാമത് ഒരു കൽപ്പനയും കൊടുത്തു. മറ്റേതെല്ലാം വേണം. ജോലി വേണം, സ്ഥലം വേണം, കച്ചവടം നടക്കണം, പിള്ളേര് വേണം, ഭക്ഷണം വേണം. കൽപ്പന മാത്രം പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അന്നും മനുഷ്യൻ്റെ ലോജിക്ക് ഇതാണ്, ഇന്നും അതാണ്. ബാക്കിയെല്ലാം വേണം. ജോലി കിട്ടണം, കല്യാണം നടക്കണം, മക്കളുണ്ടാവണം, വീട് വെക്കണം, സ്ഥലം വേണം. പക്ഷെ കൽപ്പനയൊന്നും പറ്റില്ല. അപ്പം ഇതെല്ലാം കൊടുത്തിട്ടാണ് ദൈവം പറയുന്നത്, മക്കളെ താമസിക്കാൻ ഒരു സ്ഥലം തന്നില്ലേടാ? തന്നു. ജോലി തന്നില്ലേടാ? തന്നു. ഭാര്യ തന്നില്ലേടാ? തന്നു. ഭക്ഷണം തന്നില്ലേടാ? തന്നു. എന്നാൽ അതേ കൽപ്പന. ഇവിടെ 2 മരം നിപ്പുണ്ട്. ഇഷ്ടം പോലെ എല്ലാ മരത്തിൽ നിന്നും തിന്നാം, പക്ഷെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്. നമുക്കത് മാത്രം ഇഷ്ടമില്ല. ദൈവമേ നീ ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് വേണം,
പക്ഷെ നിന്റെ കൽപ്പന ഞങ്ങൾക്ക് വേണ്ട. എന്താണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ, അതായത് എനിക്കെന്താണോ നന്മ, എനിക്കെന്താണോ തിന്മ, ഇത് തീരുമാനിക്കേണ്ട അവകാശം ആരുടേതാണ്? എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഇതാണ് എനിക്ക് നന്മ? ഒരു പ്രായപൂർത്തിയായ ആൺകുട്ടിയും പെൺകുട്ടിയും തീരുമാനിക്കുകയാണ്. വിവാഹം മനുഷ്യനിർമ്മിതമാണ്, അതൊരു സോഷ്യൽ സ്ട്രക്ചറാണ്. വിവാഹം അതുകൊണ്ട് നമ്മൾ സമൂഹം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിഷ്ടമുള്ള, ഏതായാലും മാതാപിതാക്കളല്ല കല്യാണം കഴിക്കാൻ പോകുന്നത്, നമ്മളാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ നമ്മളൊരു 2 കൊല്ലം ജീവിച്ച് നോക്കുക, ലിവിങ് ടുഗെദർ. അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരുമിച്ച് പോവുക, അല്ലെ ഡിവോഴ്സ് ചെയ്ത് പോവുക. ഇങ്ങനെ ഞങ്ങൾക്കിതാണ് നന്മ, ഞങ്ങൾക്കിതാണ് തിന്മ. ഇത് ഈ ചെറുപ്പക്കാർ തന്നെ തീരുമാനിച്ചാൽ അവരുടെ നന്മ ഏതാണ്, അവരുടെ തിന്മ ഏതാണെന്ന് അവർ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടി പറയുകയാണ്, ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഈ ആളെ കണ്ടു, പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അയാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറയുകയാണ് അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പം ഞാൻ പറയുകയാണ്, ഞാനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഞാനാണ് എൻ്റെ ഇഷ്ടം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദൈവം അങ്ങനെ പറയും, ദൈവോചനം അങ്ങനെ പറയും, അച്ഛന്മാരങ്ങനെ പറയും, സഭ അങ്ങനെ പറയും, ഇത് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് ആ പെൺകുട്ടിയാണ്. ദൈവം പറയുകയാണ്, ഇതിനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിട്ടില്ല. അതാണ് പറയുന്നത്, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നീ പഴം പറിച്ച് തിന്നരുത്. നിനക്കെന്താണോ നന്മ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിനക്കെന്താണോ തിന്മ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് നീ നന്മ ചെയ്യുക, തിന്മ ഒഴിവാക്കുക. ഇതാണ് ദൈവം പറയുന്നത്. ആദത്തോട് ഹവ്വയുടെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് മക്കളെ പഴം പറിച്ച് തിന്നരുതേ. നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങി, ഫ്രിഡ്ജിന് ഒരു 1,00,000 രൂപയെന്ന് വെച്ചോ. നിങ്ങൾ പണമുള്ളവരായതുകൊണ്ട് 1,00,000 രൂപയുടെ ഫ്രിഡ്ജ് വാങ്ങി. അത് വലിയൊരു ഭീമാകാരമായ ഫ്രിഡ്ജാണ്. ആ 1,00,000 രൂപയുടെ ഫ്രിഡ്ജ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ മഴ മാറി വേനൽ വരികയാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ടത്ര സുഖം തരുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇത് തണുപ്പിക്കാനുള്ള യന്ത്രമല്ലേ, അപ്പോൾ പഴവും പച്ചക്കറിയും മാത്രം തണുപ്പിക്കാതെ മുറിയൂടെ തണുപ്പിച്ചേക്കാം, എന്തായാലും 1,00,000 രൂപ കൊടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഫ്രിഡ്ജ്, അതിൻ്റെ ഡോറ് 2 or 3 ഡോർ ഉണ്ടെന്ന് വെച്ചോ, അതെല്ലാം തുറന്നിട്ടിട്ട് നിങ്ങൾ ആ മുറി അങ്ങ് തണുപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, 2-3 മണിക്കൂർ കൊണ്ട് മുറിയും തണുക്കും, ഫ്രിഡ്ജിൻ്റെ ഇടപാടും തീരും. ഫ്രിഡ്ജ് കേടായപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ച സ്ഥലത്തേക്ക് ചെന്നിട്ട് ആ കടക്കാരനെ, ഇത് തന്ന ആളെ നിങ്ങൾ വായു വരുന്ന എല്ലാം പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ലൈസൻസും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞു. അപ്പോൾ അയാൾ വിഷമിക്കുകയാണ് നിന്ന്. അയാൾ ചോദിച്ചു, ചേട്ടാ എന്താ പ്രശ്നം? നിങ്ങൾ 1,00,000 രൂപ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തന്ന ആ ഫ്രിഡ്ജ് അത് കേടായിപ്പോയി. അപ്പോൾ ആൾ പറയണം, അതങ്ങനെ കേടാവേണ്ടതല്ലല്ലോ, അത് ഒരിക്കലും കേടാവേണ്ട ഒരു ഫ്രിഡ്ജല്ല അത്, അതിന് 10 വർഷമാണ് ഞങ്ങൾ വാറണ്ടി തന്നിരിക്കുന്നത്, കേടാവാത്ത ഫ്രിഡ്ജാണ്. നിങ്ങൾ വന്ന് നോക്കൂ, കേടായത് കാണൂ. നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് ഇയാൾ വന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ 2 ഡോറും മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, കുത്തി ഓൺ ചെയ്തിട്ടിരിക്കുന്നു, ഫ്രിഡ്ജ് ഭാഗ്യം കൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ 1,00,000 രൂപയുടെ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഞാൻ ഈ മുറി തണുപ്പിക്കാൻ ഇട്ടിട്ട് 2 മണിക്കൂർ കൊണ്ട് ഇത് അടിച്ചുപോയി. അയാൾ ഒരുമാതിരി നല്ല മര്യാദക്കാരനാണെങ്കിൽ ഒന്നും പറയില്ല, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ കൈവെക്കും. കാരണം അയാൾ പറയും, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നിട്ട് മുറി തണുപ്പിക്കാൻ? അപ്പം നിങ്ങൾ പറയുകയാണ്, ഫ്രിഡ്ജ് വാങ്ങിച്ചത് ഞാനല്ലേ, പണം എൻ്റേതല്ലേ, ഞാനല്ലേ കൊണ്ടുവന്നത്, ഇതെൻ്റെ വീടല്ലേ, ഇതെൻ്റെ പ്ലഗല്ലേ, ഞാനല്ലേ കുത്തിയത്, ഞാനല്ലേ ഓൺ ചെയ്തത്, അതെൻ്റെ അവകാശമാണ്, എൻ്റെ അധികാരമാണ് ഫ്രിഡ്ജ് എങ്ങനെ ഉപയോഗിക്കണമെന്ന്. അപ്പം അയാൾ പറയും, നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിച്ചാൽ ഈ കമ്പനി ഉണ്ടാക്കിയ ഫ്രിഡ്ജ് നിലനിൽക്കില്ലെന്ന്, നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ ആ ഫ്രിഡ്ജ് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ആ പാക്കറ്റിനകത്ത് ഒരു കാറ്റലോഗ് ഉണ്ട്. അതിനകത്ത് പച്ചയ്ക്ക് എഴുതി വച്ചിട്ടുണ്ട് കണ്ടീഷൻസ്. ഇത് ഉപയോഗിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. മനുഷ്യ ജീവിതം നീ ഉണ്ടാക്കിയതല്ല. നീ ഉണ്ടാക്കിയ ജീവിതമായിരുന്നെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നിനക്ക് പെരുമാറാമായിരുന്നു. ഈ ജീവിതത്തിൻ്റെ ഉടയവൻ ദൈവമായതുകൊണ്ട്, നീ ചോദിക്കാതെയും പറയാതെയും അപ്ലൈ ചെയ്യാതെയും കിട്ടിയ ഒരു ജീവിതമായതുകൊണ്ട്, ജീവിതം ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട്, ദാനം തന്നവൻ ദാതാവ് തീരുമാനിച്ചിട്ടുണ്ട്
മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ എഴുതി വച്ചിട്ടുണ്ട് പുസ്തകത്തിൽ, എങ്ങനെ ജീവിക്കണമെന്ന്. അതാണ് മനുഷ്യൻ്റെ നന്മയും തിന്മയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ. അതനുസരിക്കാൻ മനുഷ്യരായി പിറന്നവർ ബാധ്യസ്ഥരാണ്. ദൈവത്തെ വെല്ലുവിളിക്കരുത്, വെല്ലുവിളിച്ചാൽ പ്രളയം വരും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വെല്ലുവിളിക്കരുത്, ദൈവിക സംവിധാനങ്ങളെ വെല്ലുവിളിക്കരുത്. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ അനുവാദമില്ല, തോന്നിയതുപോലെ പെരുമാറാൻ അനുവാദമില്ല. മൈക്കും കേൾക്കാൻ 10 പേരും ഉണ്ടെങ്കിൽ, ഒരു ചാനലും കേൾക്കാൻ കുറച്ച് ആളുകളും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. എന്തും പറയാൻ നമുക്ക് അവകാശമില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ത് പറയണം, എന്ത് പറയരുത്. തോന്നുന്നതെല്ലാം വിളിച്ചു പോകാൻ പാടില്ല, മനസ്സിൽ വരുന്നതെല്ലാം വിളമ്പാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിക്കണം. അതിനാണ് നമ്മൾ വചനം പഠിക്കുന്നത്. ഇത് നമ്മളെ തെറ്റുതിരുത്താൻ സഹായിക്കുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുതെന്ന് ദൈവം ആവശ്യപ്പെട്ടു. ഇനി ഇവിടെ ഒന്നാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് 6 തവണ ദൈവം പറയുകയാണ് നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറയുകയാണ് നന്നായിരിക്കുന്നില്ല, നന്നല്ല, കൊള്ളത്തില്ല. എന്ത് പറഞ്ഞപ്പോഴാ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ മൃഗങ്ങളെയും ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആദം അവയ്ക്കെല്ലാം പേര് കൊടുത്തു. പേര് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദം നോക്കി, കടുവ മാച്ചാവുന്നില്ല. സിംഹം, അയ്യോ കടിച്ചു കയറാൻ സാധ്യതയുണ്ട്, മാച്ചാവുന്നില്ല. ആന, അയ്യോ എന്തൊരു വലിപ്പം, മാച്ചാവില്ല. പട്ടി, അയ്യേ കണ്ടാൽ തന്നെ ഒരു ശൈലില്ല, മാച്ചാവില്ല. പൂച്ച ചെറുതായിപ്പോയി, അത് ശൈലില്ല. അപ്പം ഇങ്ങനെ എല്ലാത്തിനെയും നോക്കിയപ്പോൾ മനുഷ്യന് മാച്ചാവുന്ന ഒന്നുമില്ല അവിടെ. അപ്പോൾ ആദം ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൈവം ഭൂമിയിലെ ആദ്യത്തെ ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയമാക്കി ആദത്തെ ഉറക്കി കിടത്തിയിട്ട് ആദത്തിൻ്റെ വാരിയെല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു. തലേന്നെടുത്തില്ല, കാലേന്നെടുത്തില്ല, നട്ടല്ലിന്നെടുത്തില്ല, മുട്ടിന്നെടുത്തില്ല, വാരിയെല്ലിൽ നിന്നാണ് എടുത്തത്. ഹൃദയത്തെ പൊതിയുന്ന എല്ലാമാണ് വാരിയെല്ല്. ഹൃദയത്തെ പൊതിയുന്ന എല്ല് ചങ്കീന്നാണ് എടുത്തത്. അതുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, അടുത്ത വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട്, മാതാപിതാക്കളെ വിട്ട് ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട് ചേരും എന്ന് അഗാധമായ ആഴമായ ഒരു ഉറ്റ ബന്ധം, ഒരു ഇൻറ്റിമസി ഉണ്ടാവണമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഈ വാരിയെല്ലെടുത്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പുരുഷനെ ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ വാരിയെല്ലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. സ്ത്രീകളോട് താല്പര്യമില്ലാത്ത ആളുകൾ, ഞാനല്ല, സ്ത്രീകളോട് താല്പര്യമില്ലാത്ത ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, പുരുഷൻ സമാധാനമായിട്ട് ചരിത്രത്തിൽ ഉറങ്ങിയ ഏക ദിവസം അന്നാണ്. പിന്നീട് അവന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം വാരിയെല്ലെടുത്തൊരു സാധനത്തെ ഞാൻ പറഞ്ഞല്ല, ആരോ നിങ്ങളോട് താല്പര്യമില്ലാത്തവ പറഞ്ഞാണ്. ഐ വോണ്ട് സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ടവർ, അങ്ങനെ വാരിയെല്ലിൽ നിന്ന് മനുഷ്യനെ ആദത്തെ ഉറക്കിക്കിടത്തി അവൻ്റെ വാരിയെല്ലിൽ നിന്ന് ഹവ്വ രൂപപ്പെട്ടു. ആദം, ഈ ആദത്തിൻ്റെ പുതിയ നിയമത്തിലെ ആദമാണ് യേശുക്രിസ്തു, 2-ാം ആദം. ആ 2-ാം ആദം കുരിശിലിങ്ങനെ തലചായ്ച്ച് മയങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ വിലാവിൽ കുത്തി, ആ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അതിനെ പിതാക്കന്മാർ പറയുന്നു, ആ വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സഭയാണ്. ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് രൂപപ്പെട്ട ഹവ്വ പോലെ കർത്താവായ യേശുവിൻ്റെ ചങ്കിൽ നിന്ന് രൂപപ്പെട്ടതാണ് സഭ. ആദത്തിൻ്റെ മണവാട്ടി ഹവ്വ പോലെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറുന്നത് യേശു എന്ന 2-ാമത്തെ ആദം കുരിശിൽ മയങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും അതിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ സഭ രൂപപ്പെട്ടത് അങ്ങനെയാണ്. ആദത്തിൽ നിന്ന് ഹവ്വ രൂപപ്പെട്ടതുപോലെ വാരിയലിൽ നിന്ന് രൂപപ്പെട്ടു. 10 പെൺകുട്ടികളെ ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവം പറഞ്ഞില്ല ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോളാൻ. പറഞ്ഞോ? ഒരെണ്ണത്തെ കൊണ്ടുവച്ചുള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരെണ്ണത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്
ദേ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിനെ കണ്ടു. അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം. എന്ത് 10 എണ്ണത്തെ നിർത്തിക്കൂടായിരുന്നു? ആദത്തിന് ഒരു ചോയ്സ് ഇട്ടിട്ട് ഇത് അത് പോരാ, അത് മുടിയില്ല, അത് കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ആദത്തിന് ഒരു ചോയ്സ് ഇട്ടുകൂടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ആദ്യത്തെ കുടുംബം രൂപപ്പെടുകയാണ്. ആദ്യ കുടുംബം രൂപപ്പെടുമ്പോൾ ദൈവം പറയുകയാണ്, അതായത് ചങ്കിനെ പൊതിയുന്ന എല്ലിൽ നിന്ന് രൂപപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചങ്കോടിട്ട് സ്നേഹിക്കാനാണത്. അപ്പോൾ ആദത്തിൻ്റെ വാരിയലിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ വാരിയലിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കണം എന്നതിൻ്റെ അടയാളമാണത്. രണ്ടാമതായിട്ട് ഒരൊറ്റ സ്ത്രീയെ മാത്രമേ ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയുള്ളൂ. അർത്ഥം ഇത്രയേ ഉള്ളൂ, അതായത് ഈ 700 കോടി മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിൽ നിനക്ക് ചേർന്ന പങ്കാളിയെ അതൊരാളേ ഉള്ളൂ, ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഒറ്റ ആളെ ഉള്ളത്. ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയാൽ ഭാഗ്യം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഓർത്തിട്ട് അയ്യോ ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്, ഭാഗ്യം കെട്ട ഞാൻ അങ്ങോട്ട് എത്തിച്ചേർന്നില്ല, ഞാൻ ആ വഴിക്ക് എവിടെയോ ഡീവിയേറ്റ് ചെയ്തു എന്ന് ചിന്തിക്കരുത്. മറിച്ച് ദൈവം ഒരുക്കിയ ജീവിത പങ്കാളി ആവാം അത്. ഏതായാലും കർത്താവ്, ഞാനിത് പറയുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിത പങ്കാളി ഒന്നേ ഉള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ, നിനക്ക് ദൈവം വച്ചിരിക്കുന്ന പങ്കാളിയും ഒന്നേ ഉള്ളൂ. ആ ചോയ്സ് തെറ്റിപ്പോകരുത്. വഴിയെ പോകുമ്പോൾ ഒരാളെ കണ്ട് ഇഷ്ടം തോന്നിയിട്ട് അതാണ് ജീവിത പങ്കാളി എന്ന് വിചാരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രേരണ തന്നതിൻ്റെ പേരിൽ അതാണ് ജീവിത പങ്കാളി ചിന്തിക്കരുത്. മറിച്ച് ദൈവിക പദ്ധതി പൂർത്തിയാവാൻ ദൈവം ഒരുക്കിയ ഒരു ഇണയുണ്ട്, ആ ഇണയിലേക്ക് എത്തിച്ചേരണം. എന്നിട്ട് 24-ാമത്തെ വാക്യം പറയുകയാണ്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഇതാണ് ബൈബിളിലെ ആദ്യത്തെ കൽപ്പന. ബൈബിളിലെ ആദ്യത്തെ ബ്ലെസ്സിങ് ഞാൻ പറഞ്ഞു. എന്താണ്? സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. ബൈബിളിലെ ആദ്യത്തെ കൽപ്പനകളിൽ ഒന്നിതാണ്. അതായത് കൽപ്പന എന്ന് ഞാൻ പറയുമ്പോൾ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത് എന്നുള്ള കൽപ്പനയുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തൊരു കൽപ്പന ഇതാണ്, അതായത് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ഇപ്പം മാതാപിതാക്കളോടാണ് ഇത് പറയാനുള്ളത്. അതായത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവിനെ അവരുടെ വഴിക്ക് വിടണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇനി പറയുന്നില്ല. ഇന്നെന്തായിരുന്നു മോളെ കറി? അയ്യോ ഇന്നും ചമ്മന്തിയാണോ? അയ്യോ ഇന്നും ചാളയെ കിട്ടിയുള്ളോ എന്നും ചോദിച്ച് വിളിക്കരുത്. അവർക്ക് ചാളയാണ് ഇഷ്ടം. ചേച്ചി നെയ്മീൻ കൂട്ടി വിട്ടിരുന്നു, അങ്ങോട്ട് കയറി ഇടപെടരുത്. മനസ്സിലായോ? അയ്യോ ഇന്നും വെണ്ടയ്ക്കയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കരുത്. അവർക്ക് വെണ്ടയ്ക്കയാണ് ഇപ്പോൾ വൈദ്യൻ നിർദ്ദേശിച്ചിരിക്കുന്ന 6 മാസത്തേക്ക്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പൊക്കോളുക. അതായത് കുടുംബജീവിതത്തിൽ ആവശ്യമില്ലാതെ മാതാപിതാക്കൾ കയറി ഇടപെടാൻ പോകരുത്. അവരുടെ ജീവിതം ഇനി ദുരിതമാണെങ്കിൽ സഹായിക്കണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നത് മാതാപിതാക്കൾ കയറി ആവശ്യമില്ലാത്തതിനകത്തെല്ലാം കൈകടത്താൻ പോകുന്നുണ്ട്. ഒത്തിരി കുടുംബങ്ങളുടെ ഭാരം അതാണ്. അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക്. ഈ മര്യാദയ്ക്ക് വയസ്സാം കാലത്ത് അമ്മച്ചിക്ക് വേദപുസ്തകം വായിച്ച് 3 മാസത്തേക്ക് ബൈബിൾ വായിക്കാൻ അമ്മച്ചിയുടെ ഈ മാനസിക രോഗം മാറും. അല്ല, ഈ മാനസിക രോഗമല്ല, ഈ പ്രശ്നം മാറും. അപ്പം അങ്ങനെ ബൈബിളും വായിച്ച് കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയത്ത് ആവശ്യമില്ലാതെ അവരുടെ കുടുംബജീവിതത്തിൽ കയറി ഇടപെടാൻ പോകരുത്. അവർ ജീവിക്കട്ടെന്ന്. അപ്പം നിങ്ങൾ പറയും, അച്ഛാ അവർക്ക് തെറ്റില്ലേ അച്ഛാ? നിങ്ങൾ തെറ്റാതാണല്ലോ ഇവിടം വരെ എത്തിയത്. തെറ്റി ഊപ്പാട് വന്ന സാധനമാണ് ഈ പറയുന്നത്. അവർക്ക് തെറ്റില്ലേ? അവർക്ക് തെറ്റട്ട്, അവർ തെറ്റിയിട്ട് അവർ തിരുത്തിക്കോളും. അവർക്ക് മണ്ടത്തരം പറ്റട്ട്, മണ്ടത്തരം പറ്റിയേ അവർ പഠിക്കൂ. അവർക്ക് അബദ്ധം പറ്റണം, എന്നാലേ അവർ ശരിയാവൂ. അയ്യോ അവർക്ക് അവരുടെ സാമ്പത്തിക മേഖല തകർന്നാൽ അവർ വള്ളി വരും, അല്ലേ വള്ളി വരത്തില്ല. അവർക്ക് കടം കയറിയാൽ 250 കിലോമീറ്റർ യാത്ര ചെയ്ത് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വരും. അല്ലേ ഇതൊക്കെ വരുമോ? ഇതൊക്കെ കണ്ണാടിയും വെച്ചൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സഹായത്തിന് പോകരുത്, തെറ്റട്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും ഭാര്യയും നഗ്നരായിരുന്നുവെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. പെട്ടെന്ന് പോവാം, 3-ാമത്തെ അധ്യായം. അപ്പോൾ അടുത്തോ ബൈബിളിലെ ആദ്യത്തെ കുടുംബം. ഇനിയാണ് മർമ്മപ്രധാനമായ കാര്യം. ദൈവം
ഒരു തോട്ടം ഉണ്ടാക്കി, ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ദൈവം അവൻ്റെ വാരിയിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കി, ദൈവം അവരെ ഒരു കുടുംബമാക്കി ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ദൈവം ഒരുത്തം കയറി വരുന്നു, ഒരു കരിക്കട്ട ദൈവം കയറി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് മനോഹരാവേണ്ട ഭൂമിയായത്. ഈ ഇവൻ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് ഇതിനകത്ത്. ഒരുത്തൻ ഇങ്ങനെ ഇഴഞ്ഞു വരികയാണ്. ഗുഡ് മോർണിംഗ്. മൊത്തം കുളമാകാൻ പോവാ. അവിടെ രണ്ടത്തെ എന്ത് രസമായിരുന്നു, മൊത്തം നാശമാകാൻ പോവാണ്. ഇവനിങ്ങനെ കയറി വരികയാണ്. ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് ദൈവം അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്താണെന്നറിയാമോ? മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ രണ്ടുപേരും ഒറ്റ ശരീരമായിട്ട് തീരും. നിങ്ങൾ ഒന്നാവും, നിങ്ങൾക്കിടയിൽ ഭിന്നതയില്ല, നിങ്ങൾ ഏക ശരീരമായി തീരും. നിങ്ങൾ മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ ഒരു യൂണിറ്റ് ആവും. പെട്ടെന്ന് ഒരു പാമ്പ് അവരുടെ ഇടയിലേക്ക് ഇഴഞ്ഞു കയറിയിട്ട് ആ പാമ്പ് അവരെ ഭിന്നിപ്പിക്കുകയാണ്. സാത്താൻ്റെ ബൈബിളിലെ ആദ്യത്തെ എൻട്രി ഭിന്നിപ്പിക്കാനുള്ള എൻട്രി ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിത്? അന്നും ഇന്നും അവൻ്റെ ഒന്നാമത്തെ തന്ത്രം ഭിന്നതയാണ്. ഒരു വീട്ടിലേക്ക് പാമ്പിഴഞ്ഞു കയറുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ഭിന്നിപ്പിക്കപ്പെടും. ഒരു സമൂഹത്തിലേക്ക് പാമ്പിഴഞ്ഞു കയറുമ്പോൾ സമൂഹം ശിഥിലമാവും. ഒരു ശുശ്രൂഷ കേന്ദ്രത്തിലേക്ക് ഈ പാമ്പഴഞ്ഞു കയറുമ്പോൾ ശുശ്രൂഷ കേന്ദ്രം ഭിന്നിപ്പിക്കപ്പെടും. ഒരു കൂട്ടായ്മയിലേക്ക് ഈ പാമ്പഴഞ്ഞു കയറുമ്പോൾ ആ കൂട്ടായ്മ ചിതറിക്കപ്പെടും. ശ്രദ്ധിക്കണം, ഇത് ഈ പാമ്പിനെ കയറ്റിവിടരുത്, അകത്തേക്ക് ഇതിനെ വിളിച്ച് കയറ്റരുത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിനകത്തുണ്ട്, ഈ അധ്യായത്തിൽ അതെല്ലാം ഉണ്ട്. അതായത് ക്ഷണിക്കാത്തൊരതിഥിയെ പോലെ ഈ ഭിന്നതയുടെ പാമ്പ് ഇഴഞ്ഞു കയറി. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഈ കുടുംബത്തിലേക്ക് എനിക്ക് ഭയങ്കര വിഷമം വരികയാണ് ഇത് വായിക്കുമ്പോൾ. അതായത് എന്ത് രസമായിരുന്നു ഇത്. പെട്ടെന്ന് ഈ പാമ്പ് വന്നിട്ട് സ്ത്രീയോട് ചോദിക്കുകയാണ്, എല്ലാ മരത്തിൻ്റെയും പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ, ഒരു ഡൗട്ട് ചോദിക്കാൻ വന്നാണേ. എല്ലാ മരത്തിൻ്റെയും പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ വഴിയെ പോകുന്നവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? എടാ, എല്ലാ ചോദ്യത്തിനും മറുപടി പറയണോ? എല്ലാത്തിലും പോയി കൊരുക്കണോ? വേണോ? വഴിയെ പോയപ്പോൾ ഒരുത്തൻ ചീത്ത വിളിച്ചു, തന്തയ്ക്ക് തന്നെ വിളിക്കുന്നത്. ഞാൻ ഒത്തിരി കേൾക്കുന്നത് ഇത് വണ്ടി ഓടിക്കുമ്പോഴേ. അതായത് നമ്മൾ ഈ മരണപ്പാച്ചിൽ പാഞ്ഞിങ്ങനെ പോകുമ്പം അവനിങ്ങനെ ഹല്ലേലൂയ, എൻ്റെ അപ്പൻ തുമ്മി 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 വയ്യാതായി വിളിക്കും. അതായത് ഇങ്ങനെ വിളിക്കില്ലേ, അപ്പൊ അതിനകത്ത് പോയി കൊരുക്കണോ? അത് കേട്ടിട്ട് ആമേൻ എന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ. എടാ, വഴിയെ പോയി അറ്റത്ത് പിടിക്കാൻ പോണോ? അങ്ങനല്ലേ കൊലപാതകം നടന്നത്. അങ്ങോട്ട് അമ്മായിമ്മ അങ്ങോട്ട് പോയ വഴിക്ക് ഇത് ഈ ചവിട്ട് നാടകം ഇങ്ങനെ ഉടുത്തിരിക്കുന്ന അങ്ങോട്ട് കയറ്റി കുത്തി 2 ചവിട്ടൊക്കെ ചവിട്ടി അമ്മായിമ്മ എൻ്റെ അമ്മ നിൻ്റെ ഉമ്മ കൊണ്ടുവന്നാന്നോടി എന്ന് ചോദിക്കുമ്പം മരുമോളെ അതിനകത്ത് കയറി കൊരുക്കണോടി. അങ്ങനല്ലേ അമ്മായിമ്മ അടിച്ച് നീ ചാവേണ്ടി വന്നത്? അങ്ങനല്ലേ ചെരവെ കടി കിട്ടി നിന്നെ തല പൊട്ടിയത്? അങ്ങനല്ലേ കുടുംബം ഇത് ഇപ്പോൾ കോടതിയുടെ വരാന്ത എത്തി നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ എല്ലാത്തിലും കയറി പിടിക്കണോ? ദേ ഒരുത്തം വന്നിട്ട് ചോദിക്കുകയാണ്, അതെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എല്ലാ റബ്ബറും വെട്ടുന്നുണ്ടോ? പോയാ പോരെ, എല്ലാ റബ്ബറും വെട്ടുന്നുണ്ടോ ഇല്ലയോ പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാ കാര്യത്തിനും മറുപടി പറയേണ്ട കാര്യമില്ല. ഭർത്താവ് വന്ന് ഒരു കാര്യം പറയുന്നു, ഭാര്യ ഉടനെ അതിന് ഏറ്റുപിടിക്കേണ്ട കാര്യമുണ്ടോ? കുഴമ്പ് വാങ്ങിച്ചതിൻ്റെ ഊപ്പാട് വന്നില്ലേ? എന്തിനാ ആവശ്യമില്ലാത്ത പറയാം? മിണ്ടാതിരുന്നാൽ പോരെ? ഭർത്താക്കന്മാര് മിണ്ടാതിരുന്ന് തന്നെ സന്യാസതുല്യം സന്യാസിമാരായിട്ട് മാറി അനേകരിനകത്തിരിപ്പുണ്ട്. കണ്ടാൽ തന്നെ ഒരു സന്യാസി ലുക്കാണ്. മിണ്ടാതിരുന്നാണ്. വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വരുമ്പം ഏത് സഭയില എന്ന് ചോദിക്കണമെന്നുണ്ട്. സഭയിലല്ല 50 കൊല്ലം ദാമ്പത്യം, അത് ഈ 50 കൊല്ലത്തെ ദാമ്പത്യം ഈ അവസ്ഥയിലാക്കി. മിണ്ടാതിരുന്നാണ്. ചേച്ചിമാർ പലരും മിണ്ടാതിരുന്നാണ്. അതുകൊണ്ട് എന്താ, ചില ചേച്ചിമാരെ കാണുമ്പോൾ ചിരിക്കുന്ന സമയത്ത് എന്ത് ഭംഗിയാണെന്നറിയാം. കാരണം എല്ലാ പല്ല് യഥാസ്ഥാനത്തുണ്ട്. ഇത് മിണ്ടാതിരുന്നതിൻ്റെ ഗുണമാണത്. മറ്റേത് ഇങ്ങനെ
പാമ്പ് കയറി വന്നിട്ട് സ്ത്രീയോട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സ്ത്രീ പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെയും പഴം തിന്നാം, പക്ഷെ അതുകൊണ്ട് അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. വായിച്ചേ, ഉൽപ്പത്തി 2:17, ജനേസിസ് 2:17. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. 4, ഉൽപ്പത്തി 3:4 വായിച്ചേ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും. പിശാച് പറഞ്ഞു നിങ്ങൾ മരിക്കില്ല. ഇതാണ് പിശാചിന്റെ തന്ത്രം. അതായത് ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് പറയും. ദൈവം പറഞ്ഞു നിങ്ങൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കണം, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. പിശാച് പറയും അത് ഭക്ഷിച്ചില്ലേ ഇപ്പം എന്താ, ഇപ്പം അത് ചെയ്തില്ലേ ഇപ്പം എന്താ, അങ്ങനെ ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു. ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയില കൂട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. അത്തിയില കൊണ്ട് തുണി ഉണ്ടാക്കി എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ട് ഇവിടുന്ന് റബ്ബറിൻ്റെ ഇല പറക്കി നിങ്ങളൊരു ഒരു ഉണ്ടാക്കിയെന്ന് വെച്ചോ. നിങ്ങൾ വരുന്ന വഴിക്ക് ഭയങ്കര കാറ്റടിച്ചെല്ലാം പറന്നു പോയെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ മാനക്കേട് നാണക്കേട് ജ്ഞാനകേന്ദ്രത്തിൽ എങ്ങനെ കയറി വരും? അപ്പോഴാണ് ഒരാൾ പറഞ്ഞു, നല്ലൊരു ആശയം പറഞ്ഞു തന്ന് റബ്ബറിൻ്റെ ഇല എല്ലാം കൂടെ പറക്കി എടുത്ത് ഒരു തുണി ഉണ്ടാക്കാൻ പറഞ്ഞ് നിങ്ങളൊരു റബ്ബറിൻ്റെ ഇല പറക്കി ഒരു തുണി ഉണ്ടാക്കി. എന്താ പ്രശ്നം എന്നറിയാം? എന്താ പ്രശ്നം? ഉറുമ്പ് കടിക്കുന്ന അതൊന്നുമല്ല, ഉറുമ്പില്ലാത്തലയാ, അതൊന്നുമല്ല. എന്താണ്? അതായത് നല്ല വെയിലടിക്കുമ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ഇത് ഓരോന്നായിട്ട് പൊഴിയാൻ തുടങ്ങുമ്പോൾ പല പ്രസക്ത ഭാഗങ്ങളെല്ലാം ക്ലിയറായി വരും. നിങ്ങൾ അത്തിയിൽ അല്ല ഈ റബ്ബറിൻ്റെ ഇല കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി, അതാ കുഴപ്പം. അപ്പോൾ ഈ ഇവിടെ അത്തിയില കൊണ്ട് വസ്ത്രം അരക്കച്ച ഉണ്ടാക്കി. എന്നിട്ട് രണ്ടുപേരുടെ രാവിലെ അത് ഉണ്ടാക്കിയത്. എന്നിട്ട് പോയി പാത്തിരിക്കുകയാണ്. കർത്താവ് വരാൻ സമയമായി പാത്തിരിക്കുമ്പോഴാണ് ഹൗവയെ ആദവോടെ നിൽക്കുന്ന സമയത്ത് ഹൗവ പറയാണ്, മനുഷ്യനെ തിരിഞ്ഞിരിക്കി, വൃത്തികേട്, ഇവിടെല്ല ഇല പൊഴിഞ്ഞിരിക്കുക. അപ്പോൾ ആദം പറയാണ്, എടി മൊത്തം വൃത്തികേടാടി, അവിടെല്ലേ ഈ ഇല പറക്കാനേ സമയം കാണും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എടാ നീ എന്തുമാത്രം പരിഹാരം ചെയ്താലും, ഒരു പാപം ചെയ്തതല്ലേ ഇത്, ഈ പാപത്തിന് നീ എന്തുമാത്രം പരിഹാരം ചെയ്താലും അത് പരിഹാരമാവില്ല. പരിഹാരം യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യും. അതുകൊണ്ട് ദൈവം വന്നിട്ട് ഒരു മൃഗത്തെ കൊന്നു, അതിൻ്റെ തോലെടുത്ത് വസ്ത്രമുണ്ടാക്കി ആദത്തെയും ഹവ്വയെയും ധരിപ്പിച്ചു എന്നാ പറയുന്നത്. കണ്ടോ? സ്ഥലം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ജോലി കൊടുത്തു, കുടുംബം കൊടുത്തു, അവസാനം തുണിയും കൊടുത്തു. എല്ലാം കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. പാപം ചെയ്തിട്ട് വന്നിട്ട് പിന്നെയും കൊടുക്കുകയാണ്. അങ്ങനെ ദൈവം കൊടുത്തു. ഇനി ഇതിനകത്ത് നിന്ന് ഒരു കാര്യം, പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് തൽക്കാലം പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് കുമ്പസാരത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇതിനകത്ത് കിടപ്പെട്ടു. ശ്രദ്ധിച്ചിരുന്നാലേ പിടികിട്ടൂ, ശ്രദ്ധിച്ചാൽ പിടികിട്ടും, പിടികിട്ടിയാൽ കുമ്പസാരം നല്ലതാവും. ദൈവം ആദത്തോട്, ബൈബിളിലെ ആദ്യത്തെ ചോദ്യം, ആദം നീ എവിടെ? ഉൽപ്പത്തി 3:9 ബൈബിളിലെ ആദ്യത്തെ ചോദ്യം, ആദം നീ എവിടെ? ബൈബിളിലെ രണ്ടാമത്തെ ചോദ്യം ഉൽപ്പത്തി 4:9, കായേൻ നിന്റെ സഹോദരൻ എവിടെ? ആദം നീ എവിടെ? നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യ നീ എവിടെ? കായേൻ നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ മനുഷ്യ നീ എവിടെ? നിനക്ക് ദൈവത്തോടുള്ള ബന്ധം എവിടാ? സഹോദരനോടുള്ള ബന്ധം എങ്ങനാ? ഇതാണ് ഈ രണ്ട് ചോദ്യം. വിശദീകരിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം, ആദം നീ എവിടെ? അപ്പോൾ ആദം മറഞ്ഞിരിക്കുകയാണ്, മരത്തിൻ്റെ പുറകിൽ പോയി മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക, നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? ശ്രദ്ധിക്കാമോ? നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരുടെ പറഞ്ഞത്? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ?
ചോദ്യം, ദൈവത്തിന് ഇത് അറിയാൻ പാടില്ലേ തിന്നെന്ന്? അതോ ദൈവത്തിൻ്റെ കണ്ണുവിട്ടിട്ടാണോ ഇത് തിന്നേ? എന്ത് പറയുന്നു? ഓ തമിഴ്നാട്ടുകാർ, ബംഗാളികളെ, ദൈവത്തിന് ഇത് ഇവരിത് തിന്നെന്ന് ദൈവത്തിന് അറിയാമോ? അറിയാമോ? അറിയാമോ ചേച്ചി? അറിയാമോ എന്ന് പറഞ്ഞ ചേച്ചിയുടെ സ്വരം ഒന്ന് കേട്ടെ ചേച്ചി. അറിയാമോ? അറിയാം. പിന്നെന്തിനെ ചോദിക്കുന്ന? അറിയാവുന്ന കാര്യം അറിയാമെങ്കിൽ ഉണ്ടായിരുന്ന പോരെ. അറിയാവുന്ന പിന്നെന്തിനെ ചോദിക്കുന്നു? ചോദ്യം കേട്ടോ, തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച മരത്തിൻ്റെ പഴം നീ തിന്നോ? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന് വേണ്ടി അല്ല ദൈവം ചോദിക്കുന്നത്. ദൈവത്തിനൊരാഗ്രഹമുണ്ട്. ഇവൻ ഇപ്പോ ഇവിടെ വച്ച് ഇങ്ങനെ പറയണം. എങ്ങനെ? ദൈവമേ, തിന്നരുതെന്ന് നീ എന്നോട് കൽപ്പിച്ച മരത്തിൻ്റെ പഴം ഞാൻ തിന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഈ കേസ് ഇപ്പം ഇവിടെ വെച്ച് തീരും. ദൈവം പ്രാക്ടീസ് കൊടുക്കുകയാണ്. ഇങ്ങനാ നീ പറയേണ്ടത്. മനസ്സിലായി? കുമ്പസാരക്കൂട്ടിൽ നീ ഇങ്ങനാ പറയേണ്ടത്. അതായത്, ദൈവമേ, തിന്നരുതെന്ന് നീ പറഞ്ഞ മരത്തിൻ്റെ പഴം ഞാൻ തിന്നു. അതെന്താ പറഞ്ഞെന്നറിയാമോ? ഇവള് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഇവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞു. ഒരുത്തി മുടിയൊക്കെ നീട്ടിയിരിക്കുന്നില്ല, അവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞു. ഇലയൊക്കെ പറക്കി ഒരുത്തി, അവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ മരത്തിന്റെ പഴം എടി നീ തിന്നോ? ആ അപ്പന്നപ്പാമ്പാന്ന് പറഞ്ഞു. എല്ലാത്തിൻ്റെ കാരണം നമ്മുടെ കുമ്പസാരങ്ങൾ ഫലപ്രദമാവാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? നമ്മൾ പറയാണ്, കെട്ടിയോൻ കുടിച്ചിട്ട് വന്ന് 5-6 തെറി വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ ഒരു 25 തെറി വിളിച്ചു പോയി. നീ അതൊന്നും പറയണ്ട. കർത്താവേ, എനിക്ക് നീ തന്ന ജീവിത പങ്കാളിയെ ഞാൻ തെറി വിളിച്ചു. പല കുമ്പസാരക്കൂട്ടിലും നമ്മൾ നമ്മളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ? എന്നോട് ഞാൻ ഇത്ര സ്നേഹിച്ച അവൻ എന്നോട് ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോയി. ഞാൻ എൻ്റെ സഹോദരനോട് കർത്താവെ ദേഷ്യപ്പെട്ടു പോയി. ഇത്ര മതി, കൂടുതൽ ന്യായമൊന്നും വേണ്ട. എന്നെ കുടിച്ചിട്ട് വന്ന് ഇടിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ പോടാ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ. അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ തെറി വിളിച്ചു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ എന്നെ ഭർത്താവ് ശരിക്കും ഉപദ്രവിച്ചപ്പോൾ ഞാൻ ആ കൊച്ചു വന്നപ്പോൾ കൊച്ചിൻ്റെ തലക്കിട്ട് അടി കൊടുത്തു. കൂടുതലൊന്നും പറയണ്ട, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത്, കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപത്തെ നമ്മൾ ന്യായീകരിക്കരുത്. ഇന്ന് പല കുമ്പസാരക്കൂട്ടിലും നമ്മൾ നമ്മളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ആ സാഹചര്യത്തിൽ എന്നെ അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ അറിയാതെ വീണുപോയി. ആ പടം കണ്ടപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു പോയി. ആ പോസ്റ്റർ കണ്ടപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിൽക്ക് അത് ഒട്ടിച്ച് വെച്ചോട്ട്. അങ്ങനൊന്നും നീ പറയണ്ട. ഞാനത് നോക്കി, ഞാൻ വീണുപോയി. ഞാനത് പറഞ്ഞു, ഞാൻ വീണുപോയി. ഞാനത് പറഞ്ഞു, എനിക്കിത് പറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? ഉടനെ ആദം പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരൊറ്റ യൂണിറ്റ് അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി. ഇവൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഇത്. ഹവ്വ, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം, ഐ ലവ് യു, ഐ ടു ലവ് യു, ഐ 3 ലവ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടീമുകളാണിത്. അപ്പോൾ കരളെ ചങ്കെ പൊന്നെ തേനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇവൻ പറയാണ്, അതുകൊണ്ട് ഇവളൊറ്റ ഒരുത്തിയാന്ന് പറഞ്ഞു. ഇവളൊറ്റ ഒരുത്തി. അവള് പറയാണ്, പാമ്പൊറ്റ ഒരുത്തനെന്ന് പറഞ്ഞു. അതായത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എങ്ങനെയാണ്? പാപം വന്ന് കയറി കഴിയുമ്പോൾ, ദൈവകൽപ്പന ലംഘിച്ച് കഴിയുമ്പോൾ നമ്മൾ പരസ്പരം ആരോപണം ഉന്നയിക്കാൻ തുടങ്ങും. ഭിന്നത വരാൻ തുടങ്ങും. ഭിന്നത വന്നത് എങ്ങനെയാണ്? ഒന്നാമത്തേത് ശ്രദ്ധിച്ചു, പെട്ടെന്ന് നിർത്താം. ഒന്നാമത്തേത്, ആ ഏദൻ തോട്ടത്തിലെ ആദി പാപം എന്ത്? ഉത്തരം പറ. എന്താണ് ആദി പാപം? എന്താണ് ഏദൻ തോട്ടത്തിലെ ആദി പാപം? അനുസരണക്കേട് അല്ല. ഏദൻ തോട്ടത്തിലെ ആദി പാപം അവിശ്വാസം. ദൈവം പറഞ്ഞു തിന്നാ നീ മരിക്കും, സാത്താൻ പറഞ്ഞു തിന്നാ നീ മരിക്കില്ല. ദൈവം പറഞ്ഞത് അവിശ്വസിച്ചു, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. ഇതാണ് അതിൻ്റെ ഫലമായിട്ടാണ് അനുസരണക്കേട് കാണിച്ചത്. അപ്പോൾ അവിശ്വാസം, സാത്താൻ കയറുന്ന ഒന്നാമത്തെ വഴി അവിശ്വാസം. അതിൻ്റെ മറുവഴി വിശ്വസിക്കണം. ദൈവം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, അവിശ്വാസത്തിൻ്റെ ഫലമായി അനുസരണക്കേട് വന്നപ്പോൾ ദൈവം പറഞ്ഞു, സാരമില്ല, തെറ്റ് പറ്റിയത് ഇരിക്കട്ടെ, നീ വിഷമിക്കണ്ട മോനെ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോ? അപ്പോൾ പറയണത് ദേവളാന്ന് പറഞ്ഞു, അവനാന്ന് പറഞ്ഞു, പാമ്പാന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട,
തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കർത്താവേ, ഞാനിങ്ങനെ ഈ തെറ്റ് ഈ ഗ്രാവിറ്റിയിൽ ഇത്ര തവണ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. തെറ്റിനെ ന്യായീകരിച്ചിരിക്കും തോറും ഭിന്നത വളർന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം സർപ്പത്തോട് പറയുകയാണ്. അപ്പോൾ ആരൊക്കെയാ തെറ്റ് ചെയ്തേ? സർപ്പം, ഹൗവ, ആദം. അങ്ങനെയാണ് തെറ്റിൻ്റെ പരമ്പര. സർപ്പം വന്നു, ഹൗവയോട് പറഞ്ഞു, ഹൗവ ആദത്തോട് പറഞ്ഞു. എല്ലാവരും തെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഓർഡർ അനുസരിച്ചാണ് ദൈവം ശിക്ഷിക്കുന്നത്. ഈ ഓർഡർ അനുസരിച്ചാണ് ദൈവം ശിക്ഷിക്കുന്നത്. അതായത് നീ കല്യാണം നടത്തിയപ്പോൾ നീ കല്യാണത്തിൻ്റെ തലേന്ന് കുപ്പി പൊട്ടിച്ചു. അപ്പോൾ കുപ്പി നീ കൂട്ടുകാരന് വിളമ്പി, കുപ്പി പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് വിളമ്പിയിട്ട് ആ മദ്യം കുടിച്ചിട്ട് കൂട്ടുകാരൻ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ഇളയ മകളെ റേപ്പ് ചെയ്തു. ഞാൻ എക്സാജറേഷൻ അല്ല, സംഭവം നടന്ന കാര്യം പറയാം. എൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ഇളയ കൊച്ചിനെ റേപ്പ് ചെയ്തു. അവനെ സ്വന്തം മകളെ മാനഭംഗപ്പെടുത്തി. ആര്? കൂട്ടുകാരൻ. ആ കൂട്ടുകാരന് നിന്റെ കല്യാണത്തിൻ്റെ തലേന്ന് മദ്യം ഒഴിച്ചു കൊടുത്ത് ആ മദ്യം കുടിച്ചിട്ട് അവൻ പോയി അവൻ്റെ മകളെ മാനഭംഗപ്പെടുത്തി. കേട്ടോ, ശിക്ഷ വരുന്നത് ഇവനല്ല, ആദ്യം നിനക്ക്. ഓർഡർ അതാണ്. നിന്റെ വീട്ടിൽ നിന്ന് ഈ ശിക്ഷ തുടങ്ങും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കിക്കോണം. അതായത് പാപം ചെയ്തവനൊക്കെ, പാപം തുടങ്ങി വെച്ചവൻ കൂട്ടുകാരനെ വിളിച്ചിട്ട് നല്ലൊരു വീഡിയോ കിട്ടിയടാ, എന്നാ വാട്സാപ്പിൽ അയച്ചു തന്നു. അവനത് കണ്ടിട്ട് അവൻ അന്യൻ്റെ ഭാര്യയുമായിട്ട് പാപം ചെയ്തു. ശിക്ഷ ഇവിടുന്ന് തുടങ്ങും. അയച്ചു കൊടുത്തവനീന്ന് തുടങ്ങും. നീ എക്സ്പോസിങ് ആയിട്ടുള്ള വേഷം ഇട്ട് നടന്നു. നിനക്ക് മാനമര്യാദയായിട്ട് ഡ്രസ്സ് ഇട്ട് നടക്കേണ്ടതിന് പകരം നീ വളരെ എക്സ്പോസിങ് ആയിട്ട് വേഷം ഇട്ട് നടന്നു. ഒരു ചെറുപ്പക്കാരന് പാപപ്രേരണ ഉണ്ടായി. അവൻ പോയി അയലോക്കത്തെ കുളിമുറിയിൽ എത്തി നോക്കി, അവിടെ പോയി വീഡിയോ റെക്കോർഡ് ചെയ്തു. ശിക്ഷ ഇവിടുന്ന് തുടങ്ങും. നീ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാത്ത നിന്നിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? ശാപം വരുന്ന ഇവിടെ നിന്നറിയോ? സർപ്പത്തിൽ നിന്ന് തുടങ്ങി. ദൈവം സർപ്പത്തോട് പറഞ്ഞു, നീ ഇത് ചെയ്തത് കൊണ്ട് നീ മൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. വിശദീകരിക്കണ്ടല്ലോ. മാതാവ് ഈശോ, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അതാണ് യേശുവിൻ്റെ കുരിശുമരണം. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, ഗർഭാരിഷ്ടതകൾ നിനക്ക് ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. നിനക്ക് ഭർത്താവിൽ അഭിലാഷം ഉണ്ടായിരിക്കും. അവൻ നിന്നെ ഭരിക്കും. തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുൾച്ചെടിയും മുളപ്പിക്കും. പാപം നമ്മൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് അച്ഛനോട് പാപം ഏറ്റു പറയുന്നത്? പാപം മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ മാത്രമല്ല വിള്ളലുണ്ടാക്കിയത്. നമ്മളോട് തന്നെ അതൊരു അകൽച്ചയുണ്ടാക്കി. 2, നമ്മളും സഹോദരങ്ങളും തമ്മിൽ ഒരകൽച്ചയുണ്ടാക്കി. 3, നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ള താളം തെറ്റിച്ചു. പാപത്തിന് അങ്ങനെ ഒരു ഡയമെൻഷനുണ്ട്. 1, നമ്മളോട് തന്നെ നമ്മൾ പാപം ചെയ്തു. 2, നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് തെറ്റ് ചെയ്തു. 3, നമ്മൾ ഈ പ്രപഞ്ചത്തോട് തെറ്റ് ചെയ്യാനിടയായി. എന്ന് പറഞ്ഞാൽ ഓരോ തെറ്റും ദൈവകൽപ്പനകളുടെ ലംഘനവും നമ്മളോടും തങ്ങളോടും മറ്റുള്ളവരോടും പ്രപഞ്ചത്തോടുമുള്ള പാപമാണ്. സമൂഹത്തോടുള്ളൊരു പാപമാണ്. കൂട്ടായ്മയോടുള്ളൊരു പാപമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ, കർത്താവിൻ്റെ, ദൈവത്തിനെതിരെ, നമുക്കെതിരെ, മറ്റുള്ളവർക്കെതിരെ, പ്രപഞ്ചത്തിനെതിരെ 4 ഡയമെൻഷനിൽ പാപം ചെയ്യുമ്പോൾ ഈ 4ൻ്റെയും പ്രതിപുരുഷനായി ഒരു മനുഷ്യ വ്യക്തിയോട്, അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയോട്, ഒരു പുരോഹിതനോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മളിന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മുടെ മേൽ ഇറങ്ങി വരും. പ്രത്യേകിച്ച് ഈ ധ്യാനകേന്ദ്രത്തിലെ ഏറ്റവും അഭിഷേകത്തോടെ നടക്കുന്ന ശുശ്രൂഷകളിലൊന്ന് പരിശുദ്ധ കുർബാനയാണ്. ഈ കുർബാന അർപ്പണത്തിലൂടെ ഈശോ മിശിഹ അതിശക്തമായ കൃപ നമ്മളിലേക്ക് അയക്കാൻ പോവുകയാണ്. കണ്ണടച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിരം തുറന്ന് ഹൃദയം തുറന്ന് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ
ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ഉച്ചത്തിൽ ഈശോയേ, യേശുവേ, യേശുവേ, യേശുവേ. എല്ലാ ജീവിതത്തിൻ്റെ നിയോഗങ്ങളും ഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും ജീവിതത്തിലേക്കും ഈശോ ഇറങ്ങി വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. രക്ഷയുടെ വാഗ്ദാനമായിരുന്നു അത്. രക്ഷ വാഗ്ദാനം ചെയ്തപ്പോൾ യേശുക്രിസ്തുവിനെയാണ് വാഗ്ദാനം ചെയ്തത്. കന്യകയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു പിറന്നു. സാത്താൻ്റെ തല അവൻ തകർത്തു. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷ ഇന്ന് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുക. പെസഹ ആഘോഷം നടക്കുന്ന സമയത്ത് കുടുംബനാഥനോട്, ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 17-ാം അധ്യായത്തിൽ, കുടുംബനാഥൻ പെസഹ ഭക്ഷണം ഒരുക്കി വെച്ച് കഴിയുമ്പോൾ വീട്ടിലെ മൂത്ത കുട്ടി കുടുംബനാഥനോട് ചോദിക്കും, അപ്പാ, നമ്മൾ എന്തിനാണ് ഈ പെസഹ ഭക്ഷിക്കുന്നത്? വിശുദ്ധ കുർബാനയുടെ ഒരു മർമ്മം ഞാൻ പറഞ്ഞുതരാം. പെസഹ ഭക്ഷണം, ഇസ്രായേൽക്കാർ പെസഹ ഭക്ഷണം ഒരുക്കി വെച്ച് കഴിയുമ്പോൾ കുടുംബനാഥനോട് വീട്ടിലെ മൂത്ത മകൻ ചോദിക്കുകയാണ്, അപ്പാ, എന്തിനാണപ്പാ ഈ പെസഹ നമ്മൾ ഒരുക്കി വെച്ചതും ഭക്ഷിക്കുന്നതും? അപ്പോൾ ആ അപ്പൻ ഇങ്ങനെ മറുപടി പറയും. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മകനെ, ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഓർമ്മയാണിത്. പറയുന്നത് എങ്ങനെയാണ്? ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ, യേശുവിൻ്റെ കാലത്തെ ഒരു കുടുംബമാണെന്ന് വിചാരിക്കുക. യേശുവിൻ്റെ കാലത്തെ ഒരു കുടുംബനാഥൻ പറയുകയാണ്, ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ. തെറ്റല്ലേ അത്? ഈജിപ്തിൽ നിന്ന് അയാൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല. 1500-2000 വർഷം മുമ്പ് അയാളുടെ മാതാപിതാക്കളാണ് പുറത്തു വന്നത്. അയാളൊരു 5-6 തലമുറ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്. എന്നിട്ടും അയാൾ പറയുകയാണ്, ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ. എന്തുകൊണ്ടാണ് ആ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഓരോ പെസഹ തിരുനാളിന് കുഞ്ഞാടിനെ മുറിക്കുമ്പോഴും ഓരോ പെസഹ കുഞ്ഞാട് ബലി കഴിക്കപ്പെടുമ്പോഴും യഹൂദന്മാരുടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു. എന്നെ നോക്ക്, യഹൂദന്മാരുടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു. ഓരോ പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടുമ്പോഴും ആ പെസഹ കുഞ്ഞാടിനെ ഞാൻ 2000 വർഷത്തിനിപ്പുറത്ത് നിന്ന് പെസഹ കുഞ്ഞാടിനെ ഞാൻ മുറിക്കുന്ന സമയത്ത് ഞാൻ സമയത്തിലൂടെ യാത്ര ചെയ്ത് പുറകോട്ട് പോയി ആദ്യത്തെ പെസഹ തിരുനാളിൽ ആദ്യത്തെ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം തളിച്ച ആ ദിവസത്തിൽ എത്തിച്ചേരുകയാണ്. ഇതായിരുന്നു അവരുടെ വിശ്വാസം. അതായത് 2000 വർഷം കഴിഞ്ഞ് ഒരു പെസഹ കുഞ്ഞാടിനെ ഒരു യഹൂദ കുടുംബത്തിൽ അറക്കുന്ന സമയത്ത് ഇയാൾ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്ത് സ്ഥലകാലങ്ങളെ ഭേദിച്ച് ആദ്യത്തെ പെസഹ ഭക്ഷണം ഭക്ഷിച്ച ആ ദിവസത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നു ആത്മീയമായി. ഇതായിരുന്നു അവരുടെ വിശ്വാസം. ഇതാണ് വിശുദ്ധ കുർബാനയുടെ മർമ്മം. ഇന്നിവിടെ ഈ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സമയത്ത് ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളും 2000 വർഷം സമയത്തിൽ പുറകോട്ട് പോയി കാൽവരി കുരിശിൻ്റെ താഴെ പരിശുദ്ധ അമ്മ നിന്നതുപോലെ നിന്ന് ഇപ്പോൾ ബലിയർപ്പിക്കുകയാണ്. ഇതാണ് വിശുദ്ധ കുർബാനയുടെ മർമ്മം. ഇന്ന് ഈ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഈ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ 2000 വർഷം പുറകോട്ട് പോയി കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ ബലി അർപ്പിച്ചതിൻ്റെ ആ ബലി അർപ്പണത്തിൽ പങ്കുചേരുകയാണ്. അങ്ങനെ നിങ്ങളിതിനെ കാണണം.